അതായത് അവിടുത്തെ പാർക്കിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാൻ വി വാണ്ടഡ് ടു ടേക്ക് ദം ടു പാർക്ക്. വാണ്ടഡ് ടു ടേക്ക് ദം ടു പാർക്ക്. അപ്പോൾ വാണ്ട് എന്ന് പറയുമ്പം കൊണ്ടുപോകണം എന്നാണ്. പക്ഷേ ഇത് നിങ്ങൾ പറയുന്നത് കഴിഞ്ഞു പോയൊരു സംഭവമല്ലേ, ഇന്ന് രാവിലെ സംഭവിച്ചതല്ലേ. ഇപ്പോഴാണ് പറയുന്നതെങ്കിൽ എനിക്കവരെ പാർക്കിൽ കൊണ്ടുപോകണം ഇപ്പോഴാണ് പറയുന്നതെങ്കിൽ ഐ വാണ്ട് ടു ടേക്ക് ദം ടു പാർക്ക്. ഐ വാണ്ട് ടു ടേക്ക് ദം ടു പാർക്ക്. ഐ വാണ്ട് WANT ടു ടേക്ക് ദം ടു പാർക്ക്. ഓക്കെ, ഇവിടെ ആവശ്യമുണ്ട്. ഐ വാണ്ട് സമ്മൺ, എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട് അല്ലേ. വേണം എന്ന് തന്നെ. ഇപ്പം നീഡും വാണ്ടും നമുക്കറിയാം, ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ് ആൻഡ് വാണ്ട് അല്ലേ. നീഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്നുള്ള അർത്ഥത്തിലേക്കാണ്. വാണ്ട് നമ്മൾ നോർമലി പറയുന്നത് ഐ വാണ്ട് സം വാണ്ട് എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വേണം, ആ ഒരർത്ഥത്തിലാണ് വാണ്ട്. അപ്പോൾ ഐ വാണ്ട് ടു ടേക്ക് ദം ടു പാർക്ക് എന്ന് പറയുമ്പോൾ എനിക്കവരെ പാർക്കിൽ കൊണ്ടുപോകണം. ഐ വാണ്ട് ടു ടേക്ക് ദം ടു പാർക്ക്. ടേക്കിന് ഇവിടെ കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമാണ്. ടേക്കിന് നമ്മൾ എടുക്കുക എന്നുള്ള മാത്രമല്ല, കൊണ്ടുപോകാൻ നമ്മൾ ടേക്കാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഐ വാണ്ടഡ് ടു ടേക്ക്, ഐ വാണ്ടഡ് ED ഉപയോഗിച്ചത് ഇത് കഴിഞ്ഞു പോയ സംഭവമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴാണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ ഐ വാണ്ട് ടു ടേക്ക് ദം ടു പാർക്ക്. ഇത് നിങ്ങൾ രാവിലെ കഴിഞ്ഞ സംഭവം പറയുന്നത് കൊണ്ട് ഐ വാണ്ടഡ് ടു ടേക്ക് ദം ടു പാർക്ക്, എനിക്ക് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെ പറയാനാണ് ആ ഒരു ടേം ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ 2 വർഷമായി പോകണമെന്ന് വിചാരിക്കുന്നു എന്ന് പറയാൻ ഹി ഹാസ് ബീൻ പ്ലാനിങ് ടു ഗോ ടു ജിം ഫോർ 2 years. ഹി ഹാസ് ബീൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ പ്ലാനിങ് ടു ഗോ ടു ജിം ഫോർ 2 years അല്ലേ, 2 വർഷമായിട്ട്. അപ്പോൾ നമ്മൾ ഹി ഹാസ് ബീൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതല്ല നിങ്ങൾ പറഞ്ഞത്. 2 വർഷമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ അത് ലോങ് പ്രോസസ്സാണ്. പക്ഷേ പ്രസൻറ്റിലും അതുണ്ട് അല്ലേ. നേരത്തെ തുടങ്ങിയതാണ്, കുറേ മുമ്പ് തുടങ്ങിയതാണ്, പക്ഷെ ഇപ്പോഴും അതുണ്ട്. പ്ലാൻ നിർത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് ബീൻ എന്നുള്ളൊരു ടേമാണ്. ഷീ ഹാസ് ബീൻ. ഉദാഹരണത്തിന് അവർ 10 കൊല്ലമായി ഒരുമിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ എങ്ങനെയാ? They have been living together for 10 years. They have been living together for 10 years. അവിടെ they are living together for 10 years എന്ന് പറയില്ല. They are living together for 10 years പറയില്ല. കാരണം they are living എന്നൊക്കെ പറയുന്നത് അറ്റ് പ്രസൻറ്റിലുള്ള സംഭവം മാത്രമേ, അതായത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ആമിസാർക്ക് ഉപയോഗിക്കുക. അത് കുറേ നേരത്തെ തുടങ്ങിയത് ആണെങ്കിൽ, കുറേ നേരത്തെ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഹാസ് ബീൻ ഹാവ് ബീനിൽ പറയണം. അപ്പോൾ ജോലി ചെയ്യുന്നതും അങ്ങനെയല്ല പറയാം. ഇപ്പം ഞാൻ 5 വർഷമായി ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. ഐ ആം വർക്കിംഗ് വിത്ത് ദാറ്റ് കമ്പനി ഫോർ 5 years എന്നല്ല. ഈ 4-5 years 5 വർഷത്തോളം നമ്മളൊരു ദൈർഘ്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാലയളവ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ തുടങ്ങിയ ഇന്നേ വർഷം മുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി പറയുകയാണെങ്കിൽ അവിടെ ഹാസ് ബീൻ ഹാവ് ബീൻ ആണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? മണിക്കൂറുകളോളമായി അവൻ TV കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അവിടെ മണിക്കൂറുകൾ എന്നുള്ളത് വെക്കുന്നത് കൊണ്ട്, അത്തരൊരു സമയദൈർഘ്യം വെക്കുന്നത് കൊണ്ട് അവിടെ ഹീ ഈസ് വാച്ചിങ് TV ഫോർ മെനി hours എന്ന് പറയില്ല. He has been watching TV for many hours. He has been watching TV. He is watching TV എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവൻ TV കാണുന്ന എന്നുള്ളൊരു അർത്ഥത്തിലേ വരുന്നുള്ളൂ. കുറേ നേരമായിട്ട് തുടങ്ങിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല പറയാം. ഹാവ് ബീൻ ഹാസ് ബീൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. യെസ് നേരത്തെ തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? നേരത്തെ തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത്തരം കേസുകൾ ഹാവ് ബീൻ അതിൻ്റെ കൂടെ ING ഫോമാണ് യൂസ് ചെയ്യുക, വേർബിൻ്റെ. ഇപ്പോൾ രാവിലെ തൊട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നതെന്ന് പറയാൻ നമുക്ക് ഇറ്റ്സ് റെയിനിങ് എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്യുന്നതാണ്. അപ്പോൾ പുറത്തേക്ക് നോക്കി നമ്മൾ പറയുകയാണ് ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്യുകയാണ് അല്ലേ. അപ്പോൾ അത് ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്നാൽ രാവിലെ തൊട്ടേ മഴ പെയ്യുകയാണെന്ന് പറയുമ്പോൾ എന്താവും? അവിടെ സിൻസ് മോർണിംഗ് എന്ന് വരില്ലേ? അതുകൊണ്ട് അവിടെ എന്തുപയോഗിക്കണം? ഇറ്റ്സ് റെയിനിങ് അല്ല, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. ഒരാളെ കാത്തിരിക്കുമ്പോഴും ഉദാഹരണത്തിന് എന്നൊരിടത്ത് നിങ്ങൾ കണ്ടു, അപ്പോൾ ഞാനെന്താ അവിടെയും ചോദിച്ചാൽ എനിക്ക് പറയാം ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്.
ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണെന്ന് അർത്ഥമുള്ളൂ. പക്ഷേ ഞാനത് പറയുന്നതോടൊപ്പം തന്നെ കുറേ നേരമായി കാത്തിരിക്കുന്നു എന്ന് കൂടി അതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് ഫോർ 1 hour, അല്ലേ, ഫോർ 2 hours, ഫോർ എ ലോങ് ടൈം, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഫോർ വെച്ചിട്ട് പറയുമ്പോഴും ഫോർ വെച്ചിട്ട്, അതായത് ഇത്ര കാലത്തോളം, ഇത്ര സമയത്തോളം എന്നൊക്കെ പറയാനാണ് ഇവിടെ ഫോർ വെക്കുന്നത്. ഫോർ മെനി അവേഴ്സ്, അല്ലേ, ഫോർ മെനി ഇയേഴ്സ്, ഫോർ 5 years, അല്ലേ, ഫോർ 3 months, ഇങ്ങനെയൊക്കെ ഇത്ര കാലത്തോളം, സമയത്തോളം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോർ വെച്ച് പറയുമ്പോൾ അവിടെ ഹാവ് ബീൻ, ഹാസ് ബീൻ ആണ് ഉപയോഗിക്കുക, ആമീസ് ആർ ഉപയോഗിക്കില്ല. ഒന്ന്. രണ്ടാമത്തത് അതുപോലെ തന്നെ സിൻസ് വെച്ച് പറയുമ്പോൾ ഇന്നേ ദിവസം തൊട്ട്, ഇന്നേ വർഷം തൊട്ട്, അല്ലേ, ഇപ്പം ഞാൻ 2020 തൊട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഇന്നേ വർഷം തൊട്ട്, സിൻസ് 2020, അല്ലേ, സിൻസ് 2020 അങ്ങനെ പറയുമ്പോഴും അവിടെ ഐ ആം വർക്കിംഗ് എന്ന് പറയില്ല. ഐ ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് ദാറ്റ് കമ്പനി സിൻസ് 2020. ഗോട്ട് ഇറ്റ്? Doctor said, listen to me. Doctor said she was okay. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ഒരു സംഭവിച്ച കാര്യം പറയുമ്പോൾ, കഴിഞ്ഞു പോയ ഒരു കാര്യം പറയുമ്പോൾ, അതായത് ഒരാൾ പറഞ്ഞതായിട്ട് പറയുന്ന കാര്യം, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് യു ആർ ഓക്കെ നൗ എന്ന് ഡോക്ടർ പറയുമ്പോൾ അവിടെ യു ആർ ഓക്കെ എന്ന് ഡോക്ടർ ഉപയോഗിച്ചത് അത് പറയുന്ന സമയത്ത് പ്രസൻ്റ് ആയതുകൊണ്ടാണ്, ആ സമയത്തുള്ള കാര്യമായതുകൊണ്ടാണ്, അല്ലേ. യു ആർ ഓക്കെ നൗ, ഇപ്പോൾ നീ ഓക്കെ ആണ്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് ആ ഡോക്ടർ പറഞ്ഞ കാര്യം നീ വീണ്ടും എടുത്ത് പറയല്ലേ, അന്നേരം ടെൻസ് മാറ്റണം. അന്നേരം യു ആർ ഓക്കെ എന്നല്ല പറഞ്ഞത്. ഡോക്ടർ സെറ്റ് ടു ഹെർ ദാറ്റ് ഷീ വാസ് ഓക്കെ. ഡോക്ടർ സെറ്റ് ടു ഹെർ ദാറ്റ് ഷീ വാസ് ഓക്കെ. അവിടെ ഷീ വാസ് ആണ് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? കാരണം ഇപ്പോഴല്ല, അത് നേരത്തെ മുമ്പ് ഒരിക്കൽ ഡോക്ടർ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് യു ആർ ഓക്കെ എന്ന്. പക്ഷേ നീ അതെടുത്ത് പറയുമ്പോൾ അത് റിപ്പോർട്ട് സ്പീച്ചിലേക്കാണ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാണ് പോവുക. അപ്പോൾ അതിനെ നമ്മൾ ടെൻസ് മാറ്റിയിരിക്കണം. ഗോട്ട് ഇറ്റ്? മലയാള അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ മാറ്റമൊന്നും ഉണ്ടാവണമെന്നില്ല. മലയാള അർത്ഥം രണ്ടിൻ്റെയും ആ ഡോക്ടർ പറഞ്ഞു നീ ഓക്കെയാന്ന്, അങ്ങനെ പറയാം. ഡോക്ടർ പറഞ്ഞു നീ ഓക്കെയാന്ന്, ഡോക്ടർ അന്നേരം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, നീ ഓക്കെയാണ്. രണ്ടിടത്തും മലയാളത്തിൽ ഒരേ ടെൻസാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ പറയുമ്പം യു ആർ ഓക്കെ നൗ. പക്ഷെ ഇപ്പം നമ്മൾ എടുത്ത് പറയുമ്പം ആ പറഞ്ഞ കാര്യം വീണ്ടും നമ്മൾ ആ സമയം കഴിഞ്ഞതിന് ശേഷം പറയുമ്പോൾ എന്താ പറയുക? ഡോക്ടർ സെറ്റ് ടു ഹെർ ദാറ്റ് ഷി വാസ് ഓക്കെ. വാസ് ആയിട്ട് മാറും അവിടെ. ഗോട്ട് ഇറ്റ്? ഡോക്ടർ സെറ്റ് ടു ഹെർ ദാറ്റ് ഷി വാസ് ഓക്കെ. അതെല്ലാം അങ്ങനെ തന്നെ. ഇപ്പോൾ എല്ലാം അങ്ങനെ തന്നെ. ഡോക്ടർ ചിലപ്പം പറയാണ് ദർ ഈസ് നത്തിങ് ടു വറി. ആ സമയത്ത് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു, അല്ലേ, ആടൊന്നും പേടിക്കാനില്ല. ദർ ഈസ് നത്തിങ് ടു വറി, ഒന്നും പേടിക്കാനില്ല. പക്ഷെ അത് ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് ഇപ്പം നമ്മൾ പറയുമ്പോഴോ ഈസ് വാസ് ആക്കണം, അല്ലേ. ഡോക്ടർ സെഡ് ടു മീ ദാറ്റ് ദർ വാസ് നത്തിങ് ടു വറി. ഡോക്ടർ സെഡ് ടു മീ ദാറ്റ് ദർ ഈസ് എന്നുള്ളത് ദർ വാസ് ആക്കും. ആ ഒരു സംഭവമുള്ളൂ. ഓക്കെ. Can I repeat that again once more? Can you explain what you got in the last class? Excuse me? Will have taken, will have gone, will have spoken എന്നൊക്കെ എവിടെ ഉപയോഗിക്കുന്നതാണത്? we use that to say, we use them to say എന്ത് പറയാൻ ഉപയോഗിക്കുന്നത്? We use them to say okay, future perfect. അതായത് വരാനിരിക്കുന്ന ഒരു സമയത്ത് കംപ്ലീറ്റ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് പറയാണ്. നമ്മളൊരു പോയിൻ്റ് ഓഫ് ടൈം, ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ ഈ സമയത്ത് അവനവിടെ എത്തിയിട്ടുണ്ടാവും. ആ സമയമാകുമ്പോഴത്തേക്ക് അത് സംഭവിച്ചിട്ടുണ്ടാവും. നാളെ ഈ സമയം എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്. ഇൻ ദ ഫ്യൂച്ചറിലൊരു പ്രത്യേക സമയം. ആ സമയം നമ്മൾ പരാമർശിക്കുമ്പോൾ ആ സമയത്തേക്ക് നമ്മൾ പറയാൻ പോകുന്ന കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും. ഫിനിഷ്, പെർഫെക്റ്റ്. അതുകൊണ്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പം എങ്ങനെയാ അത് പറയാം? ഹൗ ടു സേ ദാറ്റ്? അവൻ എത്തിയിട്ടുണ്ടാവും. ഹി വിൽ ഹാവ് റീച്ച്ഡ് at this time tomorrow.
അറ്റ് ദിസ് ടൈം, അതായത് ഇപ്പോൾ ഇത്ര സമയം, ഈ സമയം നാളെ ആയാൽ അവൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അതാണ്. അതുപോലെ നീ അവിടെ എത്തുമ്പോഴത്തേക്ക് അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. വെരി ഗുഡ്. ഹി വിൽ ഹാവ് സ്ലെപ്റ്റ് വെൻ യു റീച്ച് ദർ. നീ അവിടെ എത്തുമ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത വരാനിരിക്കുന്ന സമയത്ത് അത് കുറച്ച് സമയം കഴിഞ്ഞാലാവാം, നാളെ ആവാം, അടുത്ത വർഷമാവാം. ആ സമയത്തേക്ക് നമ്മൾ പറയാൻ പോകുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ തന്നെ പറയാം അല്ലേ? അടുത്ത വർഷം അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത വർഷം എങ്ങനെ പറയും? ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ കോഴ്സ് നെക്സ്റ്റ് ഇയർ. അതായത് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മളത് അന്വേഷിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവും, ആ സംഭവം ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഗോട്ട് ഇറ്റ്? നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല അത്. ഇപ്പോൾ പരിപാടിക്ക്, ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ ലേറ്റ് ആയാലും ചിലപ്പം പറയും നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ, ഇത്ര വർഷം എന്ന് പറയുന്നില്ല, നമ്മളെല്ലാവരും മരിച്ചിട്ടുണ്ടാവും. പൊടി പോലുമില്ല കണ്ടുപിടിക്കാന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു രീതിയിൽ. അപ്പോൾ ആഫ്റ്റർ മെനി ഇയേഴ്സ് എവ്രി വൺ വിൽ ഹാവ് ഡൈഡ്. ഇവിടെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. ഹി വിൽ ഹാവ് ഡൈഡ് ആഫ്റ്റർ 90 years. നല്ലൊരു ആയുസ് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിനല്ലേ, 90 വർഷത്തിന് ശേഷം അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും. ഇനിയും 90 വർഷവും കിട്ടിയത് തന്നെ. നെക്സ്റ്റ്. എക്സലന്റ്. ഐ വിൽ ഹാവ് ബീൻ ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് എപ്പോന്ന് പറ? ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ അല്ലേ? ഈ വർഷം, ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ. ഐ വിൽ ഹാവ് ബീൻ ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ. വെരി ഗുഡ്. ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ടുണ്ടാവും. വിൽ ഹാവ് ബീൻ അല്ലേ? അത് കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ബീൻ എന്താണ് സംഭവം അവിടെ? തേർഡ് ഫോം ബീൻ അല്ലേ? ആയിട്ടുണ്ടാവും അല്ലേ? എവറിത്തിങ് വിൽ ഹാവ് ബീൻ ഓൾ റൈറ്റ്. എല്ലാം റെഡി ആയിട്ടുണ്ടാവും. ആഫ്റ്റർ സം ടൈം പറയില്ലേ? ആഫ്റ്റർ സം ടൈം എവറിത്തിങ് വിൽ ഹാവ് ബീൻ ഓക്കെ. എല്ലാം ഓക്കെ ആയിട്ടുണ്ടാവും. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയം ആകുമ്പോൾ. ഗോട്ട് ഇറ്റ്?